ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് ബീജിംഗ് എയർപോർട്ടാണ്. അതിൻ്റെ റൂഫിങ്ങും എല്ലാം എത്ര സുന്ദരമാണെന്ന് നോക്കിയേ. നല്ല ഡിസൈൻ അല്ലേ. ബീജിങ്ങിൽ നിന്നാണ് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ ബ്യൂട്ടിഫുൾ ചൈന എയർപോർട്ട്. ഓരോ പില്ലറും ഓരോ ഹാറ്റ് പോലെയെന്നോ ചിപ്പിക്കൂണ് പോലെയെന്നോ പൂ പോലെയെന്നോ എന്നൊക്കെ പറയും. അതിൻ്റെ പില്ലേഴ്സിൽ നിന്ന് തന്നെ അതിൻ്റെ ഡിസൈൻ തുടങ്ങുകയായി. മുകളിലേക്ക് നോക്കണം, മുഴുവൻ ഭംഗിയും കാണണം. അപ്പർ പാർട്ട് അതിൻ്റെ മേൽക്കൂരയാണ്. നല്ല പൂ, താമര വിരിഞ്ഞ പോലത്തെ പൂവാണ്. നല്ല ഭംഗിയാണ് കാണാൻ. വിളിക്കുന്നു പോവാ. പല പല ഭാഗങ്ങൾ കിട്ടാൻ വേണ്ടി ഫോട്ടോസ് എടുക്കുന്നതാണ്. വെറുതെ കുറെ ഫോട്ടോ എടുക്കുന്നതല്ല. ഇതും നമ്മുടെ ഒരു ഫ്രണ്ടാണ്. വന്ന വഴി ആ ക്രമത്തിനങ്ങ് എടുത്തു പോകുന്നതാണ്. നല്ല വീഡിയോസ് ഇനി വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. E80 ആണ് നമ്മുടെ ഗേറ്റ്. അതിലൂടെയാണ് നമ്മൾ പോയി പ്ലെയിനിൽ കയറേണ്ടത്. ഈ എയർപോർട്ടിൻ്റെ റൂഫിങ് സ്പെഷ്യലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ റൂഫിങ്ങിൻ്റെ ഡിസൈനാണ് നമ്മളെ ആകർഷിക്കുന്നത്. വളരെ ആകർഷണീയമായ പാറ്റേൺ. അല്ലാതെ ഒത്തിരി പൂക്കൾ കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒന്നും അവിടെ ഇല്ല. പൂക്കൾ കൊണ്ടുള്ള ഭംഗി കാണിക്കുന്നതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഭാഗമാണ്. അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ട് ഒത്തിരി നേരം കറങ്ങി നടന്നതുമില്ല. ഈ ചൈനയിലെ എയർപോർട്ടുകളെന്ന് പറയുന്നത് അതിഭയങ്കര എയർപോർട്ടുകളാണ്. ഒത്തിരി സ്പേഷ്യസ് ആണ്. ചൈന എന്ന രാജ്യം അതിഭയങ്കരമായിരിക്കുന്നത് കൊണ്ട്, അവിടെ ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വളരെ സ്പേസ് കൊടുത്താണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. വളരെ വളരെ സ്പേഷ്യസ് ആണ്. നമ്മളിവിടേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ, ഷാങ്ങായിൽ വന്നിറങ്ങുമ്പോൾ തന്നെ പ്ലെയിൻ ലാൻഡ് ചെയ്തതിന് ശേഷം ഒത്തിരി സമയം ആ റൺവേയിലൂടെ ഓടിയിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വന്നത്. അത്രയേറെ വലുതാണത്. ഇതെന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയി. ഷാങ്ങായിൽ ഇറങ്ങിയതിന് ശേഷം മാഗ്നറ്റിക് ട്രെയിനിൽ കയറിയതിൻ്റെയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇതാ പൂന്തോട്ടം പോലെയൊക്കെ ഇവിടെ കുറച്ച് അലങ്കാരങ്ങളുണ്ട്. ഇതൊക്കെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വളരെ ഗംഭീരമാണ് നേരിട്ട് കാണാൻ. ഒത്തിരി അധികം എഡിറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെയാണ് എല്ലാത്തിനും ഭംഗി. അല്ലാത്ത ഭംഗിയൊക്കെ എഡിറ്റിങ്ങിലൂടെ ഉണ്ടാകുന്നതാണല്ലോ. ഇതിനിടയ്ക്ക് ചൈനയിലെ കുറച്ച് രീതികളൊക്കെ പറയാം. ചൈനയിലെ റോഡുകളെന്നൊക്കെ പറയുന്നത് 8 വരിപ്പാതയും ഒക്കെയാണ്. അതിൽ ആരും ഓണടിച്ച് പോകുന്നൊന്നും കാണുന്നില്ല. പല സ്പീഡിലുള്ളവർ പല ട്രാക്കിലൂടെ ഓടുന്നു. ആൾപ്പാർപ്പോ കടകളോ ഒന്നുമില്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയും മറ്റ് അതർ കൺട്രീസുമായിട്ട് കൾച്ചറിലും ഡിസിപ്ലിനിലുമൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അതർ കൺട്രീസൊക്കെ തന്നെ സ്ട്രിക്റ്റ് റൂൾസും പണിഷ്മെൻറ്റും ഒക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ സ്ഥലം കൂടുതലുണ്ട്, ജനം കുറവുമാണ്. അതുകൊണ്ടെല്ലാം പറ്റും. നമുക്ക് 2 വരിപ്പാതയും ഓണടിയും ഒക്കെ പറ്റുള്ളൂ. ജനസാന്ദ്രതയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടുക തന്നെ പ്രയാസമല്ലേ. വീടും പുരയിടവും പോകുന്ന ആളുകളെ എവിടെ കൊണ്ട് മാറ്റിപ്പാർപ്പിക്കും? നമ്മുടെ നാട് അഹിംസയിൽ മുറുകെ പിടിക്കുന്ന നാടാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലീനിയൻറ്റുമാണ്. അത്രയേ ഉള്ളൂ. മഹാപട്ടണമായതുകൊണ്ട് അവിടെ സ്വന്തം വാഹനങ്ങളിലാണ്, ഓൺ വെഹിക്കിൾസിലാണ് ആളുകൾ പോകുന്നത്. ലൈൻ ബസ്സുകൾ കുറവാണ്. ലൈൻ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ലൈൻ ബസ്സിൽ പോകുന്നവരും ഉണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെയാണെന്നൊക്കെ സ്ഥിരതാമസക്കാർ അറിഞ്ഞിരിക്കുമല്ലോ. അവരതിനനുസരിച്ച് പോയിക്കോളും. അല്ലാതെ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ഷോപ്പിംഗ് ഇല്ല, കൊച്ചു കടകളില്ല. പ്ലെയിനിൻ്റെ ടൈമൊക്കെ ഈ ബോർഡിൽ കാണിക്കും. ഷാങ്ങായി ഒരു വ്യാവസായിക കേന്ദ്രമാണ്, ഇന്ത്യയിലെ ബോംബെ പോലെ. എന്നാൽ ബീജിംഗ് എന്ന് പറയുന്നവരുടെ ഹെറിറ്റേജ് വിളിച്ചോതുന്ന ഇടമാണ്. ഇവിടെയാണ് പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും അവർ പ്രാർത്ഥിച്ചിരുന്ന അമ്പലങ്ങളും ഒക്കെ ഉള്ളത്. വൻമതിലും അവിടെയാണ്. ആൻഡ് ദാറ്റ്സ് ദ എൻഡ്. താങ്ക് യു ഓൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.